ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിലാണ്. ഇത് ഹരിപ്പാടിനും കായംകുളത്തിനും മധ്യേ കരിയിലകുളങ്ങര മാളിയേക്കൽ ജംഗ്ഷനിലാണ്. ഇത് കായംകുളത്തിന് പോകുമ്പോൾ വലത്ത് സൈഡിലായിട്ടാണ്. ഇത് മാളിയേക്കൽ ജംഗ്ഷനടുത്ത് ഒരു പെട്രോൾ പമ്പിലാണ്. പെട്രോൾ പമ്പിന് തൊട്ടടുത്തായിട്ടാണ് ഇത് വളരെ പ്രത്യേകതയുള്ള സ്കൂളാണ്. നമുക്കിതിലേക്കൊന്ന് കടക്കാം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കരിയിലക്കുളങ്ങര എന്ന സ്ഥലത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂള് കാണാനായിട്ട് വന്നതാണേ. ഇപ്പോൾ ഇത് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ കഥകളി ആശാൻ്റെ മകള് ഇവിടെയാണ് ഡ്രൈവിംഗ് പഠിച്ചത്. പക്ഷെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളാണിത്. ഇവിടെ തന്നെ വലിയൊരു ഗ്രൗണ്ടുണ്ട്. അതുപോലെ പിന്നെ എച്ചും ഒക്കെ എടുക്കുന്നതെല്ലാം ഇവിടെ തന്നെയാണ്. പാലം കയറി ഇറങ്ങുക അത് ഇവിടെ തന്നെ ചെയ്യിക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ 10-15 വണ്ടികളോളം ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പം നമുക്കൊരു പാലം കയറി നിൽക്കേണ്ടി വരുമ്പം ഹാഫ് ക്ലച്ച് എങ്ങനെ കൊടുക്കണം അതൊന്നും നമുക്ക് റോഡിലിറങ്ങി പരിശീലിക്കേണ്ട കാര്യമില്ല. എല്ലാം ഈ ഗ്രൗണ്ടിൽ തന്നെയുണ്ട്. ഞാൻ ഇതുപോലൊരു എനിക്ക് തോന്നുന്നു ഇതുപോലൊന്നും കാണത്തില്ല. കേരളത്തിലുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇത്രയും ഒരു ഡ്രൈവിംഗ് സ്കൂള് 15 സ്റ്റാഫുകളുണ്ട് ഇവിടെ. എല്ലാം വൻ സെറ്റപ്പിലാണ് ഈ പരിപാടി. ഇത് പെട്ടെന്നൊന്നും വന്ന് ഒന്നും എച്ചെടുക്കാൻ പഠിപ്പിക്കുക, എല്ലെടുക്കാൻ പഠിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണോ അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗ്നൽ ഈ ഗ്രൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂൾ. ഇതാണ് ഇതിൻ്റെ ഓഫീസ്. ഇതിന് വേറൊരു മെയിൻ ഓഫീസുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് ഡ്രൈവിംഗ് എല്ലാം പഠിച്ച് നമ്മൾ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഉണ്ട്. പുള്ളി വന്ന് കുട്ടികൾക്കെല്ലാം ക്ലാസ് എടുക്കും. അതൊരു വെറൈറ്റി ഇതാണ്. എങ്ങനെയൊക്കെയാണ് ലൈസൻസ് എടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും, അതെല്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ പഠിപ്പിക്കും. അത് ആദ്യം വന്നിരിക്കുമ്പോൾ നമ്മളെ ഇതിലോട്ടാണ് ഇരുത്തുന്നത്. ഇരുത്തി കഴിയുമ്പോൾ എല്ലാം ഇവിടെ ഉണ്ട്. ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ മുന്നിലൊരു മിറർ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ക്ലച്ച് കാണിച്ചത് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കാലെ പിടിച്ച് ആണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പതുക്കെ വിട്ടു കണ്ട അവിടെ നിർത്തി. അപ്പോഴാണ് നമ്മുടെ വണ്ടി മൂവ് ആവുന്നത്. എന്നിട്ട് പതുക്കെ കാലെ പിടിച്ച് ഇങ്ങനെയാണ്. എന്നിട്ട് കാലെടുത്ത് താത്തു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഇത് പഠിപ്പിച്ചെടുക്കുന്നത്. ഇത് വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് ഫുൾ ചവിട്ടുക, ഫുൾ ചവിട്ടുക, പതുക്കെ പിടിക്കുന്നത്. ഇങ്ങനെയാണ് കാലെ പിടിച്ച് ഗുരുനാഥൻ ശിഷ്യരുടെ കാലെ പിടിച്ചാണ് പഠിപ്പിക്കുന്നത്. അത്ര ഇതായിട്ട് നമുക്ക്, കാരണം എന്റെ ആ ഒരു ഫോഴ്സ് എത്ര കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നതല്ല. അത് പിടിച്ച് ചെയ്യിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് അറിയാൻ പറ്റും. കാരണം ഇതിന് പതുക്കെ വിടാന് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വിട്ടെന്നിരിക്കും. അപ്പൊ ആ കാലെ പിടിച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ നാട്ടിൽ തൊട്ട് മുമ്പിൽ ഫ്രണ്ടിൽ തന്നെ വലിയ മിറർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ മിററിൽ നമ്മൾ കണ്ടോ തിരിക്കുമ്പോ വലത്തോട്ട് തിരിക്കുമ്പോ എങ്ങനെ പോകുന്നു, ഇടത്തോട്ട് തിരിക്കുമ്പോ എങ്ങനെ പോകുന്നു ടയർ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇരുന്ന് നമുക്ക് കുറച്ചു നേരം ഇതൊക്കെ ചെയ്ത് നമ്മളെ നന്നായി പഠിപ്പിച്ച് അത് മനസ്സിലാക്കിച്ച് തരും ഓരോ കാര്യങ്ങളും. ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മളെ പതുക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. ഇത് തന്നെ ഇരുന്ന് നമ്മൾ കുറേ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് അഞ്ജലി കൃഷ്ണ ഇവിടെ ഡ്രൈവിംഗ് പഠിച്ചാണ്. എൻ്റെ കഥകളി ആശാൻ കലാമണ്ഡലം ശ്രീകൃഷ്ണപ്രസാദ് സാറിൻ്റെ മകളുമാണ്. അഞ്ജലിയാണ് എന്നോട് പറയുന്നത് ഇതുപോലെ നല്ല ഒരു ഡ്രൈവിംഗ് സ്കൂൾ, ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം, ഒത്തിരി പേർക്ക് അറിവുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നതാണ്. അപ്പം അഞ്ജലി പറയും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം ഈ വണ്ടിയിലാണ് പുള്ളി ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കുന്നത്. 2 സ്റ്റിയറിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം അഞ്ജു ഒന്ന് പറഞ്ഞേ ഇതിൻ്റെ എക്സ്പീരിയൻസ്. ഞാനൊരു ഡ്രൈവിംഗ് പഠിക്കണമെന്നൊരു ആഗ്രഹത്തോടു കൂടി അമ്മ എൻ്റെ മനസ്സിൽ ഉണ്ട്. പിന്നെ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ, കാരണം ഒരു ദിവസം കൊണ്ടൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കും എന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ ആഡൊക്കെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ തന്നെ വന്ന് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് അഡ്മിഷനൊക്കെ എടുത്തു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ കാണുന്നത്. കാരണം ആദ്യമേ കൊണ്ടുവന്ന് നമ്മൾ മെൻ്റലി നമുക്കൊരു നല്ല സപ്പോർട്ട് തന്ന് നമ്മുടെ ഈ സ്റ്റിയറിംഗ് സിമുലേറ്റർ നമ്മൾ ഇതിനു മുന്നേ ഇതൊന്നും കണ്ടിട്ടുകൂടിയില്ല. ഇവിടെ കൊണ്ടുവന്ന് ക്ലച്ച് എന്താണ്, ബ്രേക്ക് എന്താണ്, ആക്സിലേറ്റർ എന്താണ്, മൊത്തത്തിൽ ഒരു വാഹനം എന്താണത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൻ്റെ വാഹനത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് നല്ല ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് പഠിപ്പിച്ച്
എന്താണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് റോഡിൽ ഇറക്ക്, നല്ലൊരു ഡ്രൈവറായിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എച്ച് എന്നുള്ളത് പരിശീലിക്കുന്നതിന് മുൻപ് നിർബന്ധമായും പാലം കയറൽ, ഹാഫ് ക്ലച്ച്, സ്ലോ സ്പീഡ്, അതുപോലെ സിഗ്നൽസ്, വിവിധതരം പാർക്കിംഗ്, കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, തിയറി ക്ലാസുകൾ എന്നിവയെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ എച്ച് എടുക്കാവൂ. അതുപോലെ സിഗ്നൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതെല്ലാം ഇവിടെ കൊടുത്ത് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊരു റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സിഗ്നലുകൾ നമ്മൾ ഇവിടെയൊക്കെ കാണുന്നോ അതുള്ളതെല്ലാം ഇവിടെ തന്നെ പഠിച്ചിട്ട് നമുക്ക് പോകാം. അപ്പം നമുക്ക് റോഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ടാവത്തില്ല, കാരണം നമ്മളിതെല്ലാം കണ്ട് പരിശീലിച്ചിട്ടാണല്ലോ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ പാലം കണ്ടോ, ഈ പാലം കയറി ഇറങ്ങുന്നതാണ്. അതൊക്കെ ഒരു ഭയങ്കര അത്ഭുതം തോന്നുന്നു ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മൾ പഠിക്കുന്ന ഇതൊക്കെ എന്താ, വണ്ടി പഠിച്ചിട്ട് റോഡിലോട്ട് ഇറക്കിയപ്പോൾ പാലമൊക്കെ കാണുമ്പോൾ നെഞ്ചിടിപ്പല്ലായിരുന്നോ? അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ പാലം കണ്ടോ, ഒരു ചെറിയ പാലം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ പാലത്തിൽ കൂടി നമ്മൾ വണ്ടി കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ദാണ്ട് അവിടെ സിഗ്നൽ ഉണ്ടെന്ന് വെച്ചു, നമ്മൾ ആ ഹാഫ് ക്ലച്ചിൽ വണ്ടി അവിടെ നിർത്തണം. അത് നമുക്ക് ഇവിടെ തന്നെ അത് പരിശീലിക്കാൻ പറ്റും. അപ്പോൾ സിഗ്നലിൻ്റെ ഒക്കെ സ്വിച്ച് ഇവിടെ സാറ് ഓൺ ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇവിടേക്ക് വണ്ടി കയറി വന്ന് കണ്ടോ, ഇവിടെ വണ്ടി ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ റെഡ് സിഗ്നലാണ് കാണുന്നതെങ്കിൽ, റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ വണ്ടി നിർത്തണ്ടേ. അപ്പം നമ്മൾ കയറ്റമാണെന്ന് വിചാരിച്ച് നമുക്ക് നിർത്താൻ ബുദ്ധിമുട്ട് വന്നാൽ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യും അത്. അപ്പം നമുക്ക് റോഡിലിറങ്ങിയാലും അത് വളരെ ഈസി ആയിട്ട് കണ്ടോ, മഞ്ഞ പച്ച എല്ലാ ലൈറ്റുകളും വന്നു. അപ്പോൾ ഹാഫ് ക്ലച്ച് നിൽക്കുമ്പോൾ പച്ച ലൈറ്റ് വരുമ്പോൾ എങ്ങനെ അത് മുന്നോട്ടെടുക്കണം എന്നിവിടെ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയാൽ ഒരു പ്രശ്നവും വരത്തില്ല. കണ്ടോ, ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണാൻ ഒരു വഴിയില്ല. ഇത്രയും നീളത്തിലൊരു പാലമാണ്. വെള്ള കളർ ലൈൻ, 2 ലൈൻ കണ്ടില്ലേ? ഈ ലൈനിനകത്തൂടെ തന്നെയാണോ വണ്ടി വരുന്നതെന്ന് നമുക്ക് വണ്ടിയുടെ 3 മിറർ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം ഇവിടെ വിശദമായിട്ട് പഠിക്കും. എന്ന് വെച്ചാൽ പഠിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഇതിൽ കൂടി ഓടിച്ചു കഴിയുമ്പോൾ നമ്മളങ്ങനെ പഠിക്കും. അപ്പോൾ ഇത് നേരെ പോവുക, അത് നേരെയാണോ വരയ്ക്കകത്താണോ എല്ലാം നമുക്ക് വ്യക്തമായിട്ടത് പഠിപ്പിച്ചു തരും. സ്പീഡ് ബ്രേക്കർ അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്ക് പഠിക്കാം. അപ്പോൾ വണ്ടി സ്ലോ ചെയ്ത് ഒക്കെ പോകണമല്ലോ ഈ സമയത്ത്, അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഹമ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഒരു ഹമ്പ് കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് വണ്ടി സ്ലോ ഡൗൺ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 75 സെൻറ്റ് സ്ഥലത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടികളൊക്കെ നല്ല സൂപ്പർ വണ്ടികളാണ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഡിപ്പ്, ഇതാണ് 8 എടുക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ പഠിക്കാൻ പോകുമ്പോൾ വേറെ ഗ്രൗണ്ടിലൊക്കെ അല്ലേ നമ്മൾ പഠിക്കാൻ കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ഇവിടെ തന്നെ എല്ലാം പഠിക്കാം. കണ്ട എച്ച് എടുക്കുന്നതും എല്ലാം ഇവിടെ. ഇതാണെങ്കിൽ വെറും വരയല്ല വരച്ചിരിക്കുന്നത്, ടൈലിട്ടേക്കും, അപ്പോൾ അത് മാഞ്ഞു പോകത്തില്ലല്ലോ. ഇതാണ് ആദ്യം പ്രാക്ടീസ് കൊടുക്കുന്നതെന്ന്. കണ്ട ഇതാണ് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. വണ്ടി എടുത്തു വെച്ചേക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ 3 വണ്ടി പുതിയതാണ്. പുതിയ വണ്ടിയാണ് സാർ എടുക്കുന്നത്. പുതിയ വണ്ടി എടുത്താണ് പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുന്നത്. കൊണ്ടുപോയി ഇടിച്ചാലും പിടിച്ചാലും ഒന്നും ഒരു വിഷയമില്ല. ആരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിക്കത്തില്ല. അങ്ങനെ ഇടിച്ചാലോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം വളരെ സത്യസന്ധമായിട്ട് തന്നെ പുള്ളി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടി നിരത്തി ഇട്ടേക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു വണ്ടി ഫസ്റ്റിലിട്ട് ഇങ്ങോട്ട് വരികയാണ്, സെക്കൻഡിലും കൂടി ഇടുകയാണ്. അടുത്ത വണ്ടി അടുത്ത് തന്നെ തേർഡിലും ഫോർത്തിലും, അങ്ങനെ അടുത്തത് ഫിഫ്തിലും, ഇങ്ങനെ ഇടിയിക്കും. അതിൻ്റെ ഇടയ്ക്ക് റിവേഴ്സ് കൊണ്ടുപോകണമെങ്കിൽ റിവേഴ്സ്. അപ്പം മറ്റു വണ്ടികളെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ലേ റോഡിൽ സംഭവിക്കുന്നത്. അതെല്ലാം ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് തരും. അപ്പം നമ്മുടെ ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഓണറാണ് ഇരിക്കുന്നത്. സാറിന്റെ പേര് അനിൽകുമാർ എന്നാണ്. നാട്ടിലെല്ലാരും ലാൽ എന്നാണ് വിളിക്കുന്നത്. അനിൽകുമാർ എന്നാണ് ലാൽ എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ചേർത്ത് ലാൽ. ഓക്കെ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയെ
ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്? സാറൊന്ന് പറഞ്ഞു. ഒരു കുട്ടി ആദ്യമായിട്ട് ഡ്രൈവിംഗ് അറിയാൻ വയ്യാതെ ഒരു കുട്ടി വന്നാൽ ഒന്നും അറിയാൻ എത്ര പ്രായമുള്ളവരായാലും ഞങ്ങൾ പഠിപ്പിച്ചേ കൊടുക്കും. ഞങ്ങൾ പൈസ പോലും ആദ്യം മേടിക്കത്തില്ല. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. വരുമ്പോഴേ പൈസ മേടിച്ച് അങ്ങനൊന്നുമല്ല. ആ കുട്ടിക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്നാണ് ആദ്യം നോക്കുന്നത്. ആ കുട്ടി ഞങ്ങളുടെ ഗ്രൗണ്ടിനകത്ത് ഓടിക്കാൻ പറ്റിയ ആളാണോ എങ്കിൽ മാത്രമേ അവരുടെ പൈസ മേടിക്കൂ. ഞങ്ങൾ അവർക്ക് പറ്റിയതാണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മൾ ആദ്യം കയറ്റിയൊന്ന് ഇരുത്തിയൊന്ന് ഓടിക്കുമ്പോ അറിയാം. അവരുടെ കാലെ പിടിച്ചിട്ട് ക്ലച്ച് ഇതാണെന്നും ബ്രേക്ക് ഇതാണെന്നും ആക്സിലേറ്റർ ഇതാണെന്നും അവരുടെ കാലെ പിടിച്ച് വെച്ചിട്ടാണ് സ്റ്റിയറിംഗ്. അതേപോലെ ആ സ്റ്റിയറിംഗ് തിരിക്കേണ്ട 2 സ്റ്റിയറിംഗ് ഉണ്ട്. ഞങ്ങൾ അപ്പുറത്തിരുന്നുകൊണ്ട് തിരിച്ച് ഇവരെ കാണിച്ചു കൊടുക്കും. അവർ തിരിക്കണം. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് ക്ലിയർ ആയതിനു ശേഷം ഗ്രൗണ്ടിനകത്ത് കൊണ്ടുപോകും. അപ്പൊ അവർക്ക് സ്റ്റിയറിംഗും ടയറും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. അവർക്ക് ടയറും സ്റ്റിയറിംഗായിട്ടുള്ള ബന്ധം എന്താണ് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരൊക്കെ പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ ഓടുമ്പോൾ ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ആദ്യം ചോട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവര് കറക്റ്റാക്കി എടുക്കും. അതിന് ഞങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ട. ഞങ്ങൾക്ക് കൂടി വന്ന ഒരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ അതിൽ കൂടെ വന്നു. അതിനാണ് ഞങ്ങൾ വണ്ടി എന്നുള്ള പേരിട്ട്. ബൈ ചാൻസിൽ ആകാത്തവരുണ്ട്. ചിലപ്പോൾ പ്രായം ചെന്ന ഒരാൾ വരുവാണെങ്കിൽ കാലിന് വേദന, അയ്യോ കൈക്ക് വേദന എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത ദിവസം വരെ പറയും. അങ്ങനെയാണ്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചു വിടുമല്ലോ. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ വന്ന് അഡ്മിഷൻ എടുത്താൽ അവരെ കറക്റ്റ് ആക്കി കൊടുക്കും. അതേപോലെ തന്നെ അവർ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് വണ്ടി കൊണ്ടാണ് വരുന്നതെങ്കിൽ അതിൽ ഓടിപ്പിച്ച് ക്ലിയർ ആക്കും. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നവര് സംശയമുണ്ട്, പഠിക്കുമോ അവിടെ നിന്ന് പൈസ ഒന്നും മേടിക്കത്തില്ല. അവർ പോകാൻ നേരത്തെ പൈസ മേടിക്കും. ഈ സ്ഥാപനത്തിലെ മാനേജർ ആയിരുന്നല്ലോ സാറ്. സാറിന്റെ പേര്? എന്റെ പേര് പ്രശാന്ത് സന്യാൽ. അപ്പം സാർ ഇവിടുത്തെ മാനേജർ ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ആകപ്പാടെ ഒരു സെറ്റപ്പിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ മതി. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ ലേണേഴ്സ് എടുക്കുന്ന അന്ന് മുതൽ കംപ്ലീറ്റ് നമ്മൾ ഓരോ ആൾക്കാരെയും പ്രത്യേകമാണ് പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് എന്ത് പോരായ്മ ഉണ്ടെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് അവരുടെ പോരായ്മ മനസ്സിലാക്കിയാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നല്ല രീതിയിൽ കൈ തെളിച്ച് വിടുക. എങ്ങനെ ലൈസൻസ് എടുക്കണോ ആ രീതിയിൽ തന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കും. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കുട്ടി വേറെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. സ്വന്തം വീട്ടിലെ വണ്ടി ഓടിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ക്ലാസ്സുകളുടെ ടൈമിങ്ങിനെ കുറിച്ച് നമ്മൾ രാവിലെ 7 മണിക്ക് സ്ഥാപനം തുറന്ന് രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അത് വരുന്നവരുടെ സൗകര്യാർത്ഥമാണ് നമ്മൾ അവർക്ക് സമയം കൊടുക്കുന്നത്. ഇപ്പം ഒരു കുട്ടിക്ക് 5 മണി മുതൽ 4 മണി അല്ല 4 മണി മുതൽ 5 മണി ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ പഠിപ്പിക്കും. ഇപ്പൊ രാവിലെ വരുന്ന ചില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലിക്ക് പോകേണ്ടവരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, രാവിലെ വന്നിട്ട് 9 മണി വരെ പഠിപ്പിച്ചിട്ട് അവർക്ക് ജോലിക്കും പോകാം. 10 മണിക്കല്ലേ ജോലിക്ക് പോകും. അപ്പൊ അതിനു മുമ്പായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്ത് വിടും. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ട്? വൈകിട്ട് 5 മണി. 5 മണി വരെ. ഇതാണ് ഇവിടുത്തെ ഫോൺ നമ്പറും എല്ലാം ഉണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ചേരാം കേട്ടോ. നിങ്ങൾ റോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം ഇവിടെ ചെയ്ത് പഠിച്ച് ധൈര്യമായിട്ട് റോഡിലേക്ക് ഇറങ്ങാം. നമുക്ക് ഇവിടെ പഠിച്ച അഞ്ജലി ഈ പാലത്തിൽ കൂടെ ഒക്കെ ഒന്ന് വണ്ടി ഓടിച്ചൊന്ന് കാണിക്കും. ഇത്രയും സൗകര്യം, ഇത്രയും റോഡിന്, ഇത്രയും ഗ്രൗണ്ടിന് ഇത്രയൊക്കെ നീളവും വീതിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എല്ലാം വിശദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടി ഇവിടെ തന്നെ ഓടിച്ച് ഈ പാലത്തെ കൂടെ കയറി വരുന്നതായിട്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. കണ്ടോ എത്ര സ്ലോയിൽ കയറണം ഇതെല്ലാം ഇവിടെ പഠിപ്പിക്കും. ആ കയറ്റത്തിൽ വന്നു, അവിടെ സിഗ്നൽ കണ്ടു, ഒന്ന് നിർത്തി, ഇനി പതുക്കെ അവിടെ നിന്ന് മുന്നോട്ടെടുക്കും. സിഗ്നൽ വന്നു കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു സൈഡിൽ കൂടെ, പാലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ മെയിൻ റോഡാണിത്. നമ്മൾ ഈ കയറ്റം കയറി അവിടെ
വണ്ടി അപ്പുറത്തുനിന്ന് വരുന്നുണ്ടോന്നൊന്ന് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പം നമുക്കിവിടെ ഹാഫ് ക്ലച്ച് പിടിച്ച് ഇവിടെ നിൽക്കാം. ഇനി ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് തിരിച്ച് അവിടുന്ന് യു ടേൺ തിരിഞ്ഞ് വരും. ഇപ്പം നമ്മൾ കണ്ടിത് ഇപ്പോൾ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നതാണ്. റൗണ്ട് അബൌട്ട് ഉണ്ടാക്കുക. അതിപ്പം മഴയായതുകൊണ്ട് അതിൻ്റെ വട്ടം മാത്രമേ ആയിട്ടുള്ളൂ. ഇതെല്ലാം ഇനി പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ അവിടെ അല്ല. ഇപ്പം തൃശ്ശൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ചിലർ ലേണേഴ്സ് എടുത്ത് കാണും. ലേണേഴ്സ് എടുത്തിട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ വണ്ടി കൂടി പ്രാക്ടീസ് ചെയ്യിക്കും. എന്നിട്ട് തിരിച്ച് അവർ പോകുന്നത് അവരുടെ സ്വന്തം വണ്ടി തന്നെയായിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ പഠിപ്പിക്കും. ലേണേഴ്സ് എടുത്ത് വന്നാലും ഇവിടുത്തെ വണ്ടിയിലൊക്കെ ഒന്ന് ഓടിപ്പിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം വണ്ടിയിലും ഒന്ന് ഓടിപ്പിക്കും. അതിനുശേഷം നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നത് സ്വന്തം വണ്ടിയിലായിരിക്കും. ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓഫീസ് സ്റ്റാഫാണ് കീർത്തി, നിഷ. കീർത്തി ചെയ്യുന്നത് RTO സംബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം നിശ്ചയം ചെയ്തു കൊടുക്കും. ഈ സ്ഥാപനത്തിലെ തുടങ്ങിയ സമയത്ത് ഏത് സമയത്തായി തുടങ്ങി? എത്ര വർഷമായി? ഇത് 8 വർഷം കഴിഞ്ഞു. 8 വർഷം. അപ്പൊ ഇവിടുത്തെ അന്ന് മുതലുള്ള ടീച്ചറാണ്. ടീച്ചറിന്റെ പേര്? എന്റെ പേര് ശ്രീദേവി. ശ്രീദേവി. ഇവിടെ ഇപ്പം എന്തൊക്കെ 2 2 വീലറും 4 വീലറും പഠിപ്പിക്കും അല്ലേ? 4 വീലറും പഠിപ്പിക്കും. പിന്നെ ഇപ്പൊ ഇവിടെ ടോട്ടൽ എത്ര സ്റ്റാഫ് ഉണ്ട്? 15 സ്റ്റാഫുകൾ ഉണ്ട്. 2 വീലറും 4 വീലറും എല്ലാം കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ അകത്തിട്ട് പഠിപ്പിക്കുന്ന വെളിയിലും എല്ലാം അവർ കൊണ്ടുപോകും. അകത്ത് പഠിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ആളുകളുണ്ട്. പുറത്തോടാന് സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. 2 വീലർ പഠിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ 2 വീലർ പഠിപ്പിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ആൾക്കാരുണ്ടല്ലേ? 8 വെച്ചിനുമായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. ഓ ശരി. അപ്പൊ ഇതിനകത്ത് 8 വെച്ചും പഠിപ്പിക്കാൻ പ്രത്യേക ആൾക്കാര്, 2 വീലർ പഠിപ്പിക്കാൻ പ്രത്യേക ആൾക്കാര്, 4 വീലർ പഠിപ്പിക്കാൻ പ്രത്യേക ആൾക്കാര്, റോഡിൽ ഓടിപ്പിക്കാൻ പ്രത്യേക ആൾക്കാര്, അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട്. ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിലെ സ്റ്റാഫാണ് ഇവരെല്ലാവരും. അപ്പം ഈ സാറാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നതും ലേണേഴ്സിനുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതുമെല്ലാം. സാറ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നല്ലേ? KSRTC. ഇവരെല്ലാവരും സ്റ്റാഫാണ്. 8 എടുക്കാനും H എടുക്കാനും ഒക്കെ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓരോന്ന് പഠിപ്പിക്കാനും സ്റ്റാഫിനെ വെച്ചാണ് ഇവർ പഠിപ്പിക്കുന്നത്. KSRTCയിലെ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 2 വർഷം പൂർത്തിയാകുന്നു. എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ഇവിടെ എല്ലാ ഡെമോകളെല്ലാം ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് ഓരോ പഠിതാവിനെയും മനസ്സിലാക്കി കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ചുള്ള അവയർനെസ് ഓരോ കുട്ടികൾക്കും നൽകുക. അതുപോലെ തന്നെ പ്രാക്ടീസിന് വരുന്ന ആളുകൾക്ക് അവർ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ, റോഡ് നിയമങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതിന് ട്രാഫിക് നിയമങ്ങൾ, റോഡിൽ കാണുന്ന ലൈൻസ്, അതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു ബോധം അവർക്ക് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. വാഹനം ഓടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ട് ഓരോ പഠിതാവിനും. ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കാനുള്ള പരിജ്ഞാനവും പരിശീലനവും ക്ലാസ്സും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി പോലും ഇവിടുന്ന് അതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണയോ പഠനമോ ഇല്ലാതെ ടെസ്റ്റിന് പോകുന്നില്ല എന്നുള്ളതാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിച്ച് ഇവിടെ പഠിച്ച് ലൈസൻസ് എടുക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു വാഹനം ഓടിക്കാൻ ഒരു പ്രാക്ടീസിന് വേണ്ടി വേറെ ഒരിടത്തും പോകേണ്ടി വരത്തില്ല. എല്ലാ പ്രാക്ടീസുകളും നല്ല വിജയകരമായി കൊടുത്തതിന് ശേഷമാണ് അവരെ ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇത് ലൈസൻസ് പുതിയതായിട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നവരും ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കാൻ ഭയപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ ഇവിടെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളാണ്.